ഹലോ, ഇന്ന് കറിക്ക് കിട്ടിയ മീൻ ഇതാണ്. ഇതിനെ കണ്ട ഫിഷ് ടാങ്കിലെ സക്കറാണെന്നേ പറയുള്ളൂ. ഇവിടങ്ങളിൽ ഇതിനെ പറയണ ഓർത്തൽ എന്നാണ്. വേറെ പേരുണ്ടോയെന്ന് അറിഞ്ഞൂടാ. കീഴ്ഭാഗം നല്ല റോസ് കളറും മേലെ ഒരു ഡാർക്കിഷ് ബ്രൗൺ കളറുമാണ്. കടലിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മീനാണെന്ന് കേട്ടിട്ടുള്ളത്. ഇത് കുറച്ച് സ്ലിപ്പറി ആയതുകൊണ്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് നല്ലതുപോലെ തുടച്ച് ചെത്താൻ എളുപ്പമായിരിക്കും. തേച്ചെടുക്കുന്നതിലും നല്ലത് ചെത്തിയെടുക്കുന്നതാണ്. സൈഡ് കാണുമ്പോഴേക്കും ഒരു വരാൽ, അത് ബ്രാലിൻ്റെയൊക്കെ ഒരു ഷേപ്പ് പോലെ തോന്നും. ഫ്ലാറ്റ് എഡ്സ് എന്നാണ് ഈ മീനിനെ പറയുന്നത്. അങ്ങനെ മീൻ ചെത്തിയെടുത്ത് പീസസ് ആക്കി കുറച്ച് വറുക്കാനും കുറച്ച് കറിക്കായിട്ടും മാറ്റി വെച്ചു. വറുക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല എല്ലാം 1 ടീസ്പൂൺ വെച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിലേക്ക് ഒരു വലിയ പീസ് ഓട്ടുപുളി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിക്കൂട്ടി. ഇനി ഇതിലേക്ക് മീനിൻ്റെ പീസസ് ഇട്ട് അതും ഒന്ന് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണം. നല്ല പ്രസ് ചെയ്ത് തന്നെ കോട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് മാറ്റി വെക്കണം 20 മിനിറ്റ്, ചുരുങ്ങിയത് ഒരു 20 മിനിറ്റ്. അപ്പോൾ നമുക്ക് കറി റെഡിയാക്കാം. ഒരു ചട്ടിയിലേക്ക് 10-20 ഉള്ളി ചതച്ചത്, വേപ്പില, ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചത്, ഓട്ടുപുളി പീസസ് ആക്കിയിട്ട് മീനിൻ്റെ പീസസും ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്മിക്കൂട്ടി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പച്ചമുളക് ഇട്ട്, 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അത് ചതച്ചത് ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് സ്റ്റൗവിലേക്ക് വെച്ചു, ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. ഈ സമയം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വറുക്കാനുള്ള മീൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ വേപ്പില നിരത്തി കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടിട്ട് അതിലേക്ക് മീനിൻ്റെ പീസസ് എടുത്ത് വെച്ച് ഫ്രൈ ചെയ്യാൻ വെച്ചു. നമ്മുടെ മീൻ വറ്റിച്ചതിൻ്റെ ഫിഷ് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയൊരു താളിപ്പ് തയ്യാറാക്കിയിട്ട് വേണം ഇതിലേക്കിടാൻ. അത് ഇട്ടതിന് ശേഷം ഒന്ന് പറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഫിഷ് ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് മറിച്ചിടണം. അപ്പോൾ ഇങ്ങനെ നെയ്യ് വരണത് നമുക്ക് കാണാൻ പറ്റും. ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് കുറച്ച് വേപ്പിലയിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർക്കാൻ. മല്ലിപ്പൊടി, കശ്മീരി ചില്ലിയും സാദാ ചില്ലിയും എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം 1 ടീസ്പൂൺ വെച്ചാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മൊരിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഈ മീനിലേക്കിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട്. നല്ല രുചിയുള്ള മാംസമാണ് ഈ മീനിനുള്ളത്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഫിഷ് കറി, ഫിഷ് ഫ്രൈ, രാവിലെ പുട്ടിൻ്റെ കടലയും ഒരു അച്ചാറും. ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമാകുമെന്ന് തീർച്ച. എൻജോയ്.